നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഇതിങ്ങനെ ഒരു എത്തും പിടിയില്ലാതെ പോയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അറിയാതെ കുട്ടികളും വയ്യാതെയാവും. ഞാനിപ്പോ തന്നെ സത്യം കാണാൻ പോവാ. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, അതല്ല വീട്ടിലാണെങ്കിൽ വീട്ടില്. സത്യമോളെ എന്നെ കൊണ്ട് കഴിയാവുന്ന അത്ര ആശ്വസിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ. എന്നോടുള്ള താല്പര്യം കൊണ്ട് വിഷ്ണുവേട്ടൻ ഇതെല്ലാം എനിക്ക് വേണ്ടി എന്തോ ഏറ്റു പറയണമെന്ന് സത്യമ്മ വിശ്വസിക്കൂ. അച്ഛനെന്താ വരാത്തെ? അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോവാനുള്ളതാ. കണ്ടില്ലേടി, അവള് വേറെ ഏതോ ലോകത്താ. അച്ഛൻ വന്നിട്ട് എവിടേക്കോ പോകാന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതൊന്നും കണ്ടില്ലാന്ന് വിചാരിച്ച് മുന്നോട്ട് പോവാൻ നമുക്കാവില്ല. ആ കുഞ്ഞ് മനസ്സ് തകർന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്നാ ഞാനിപ്പോ ഭയപ്പെടുന്നത്. അച്ഛൻ വരില്ലേ? എടി, നീ കണ്ടില്ലേ, അവളുടെ ചിന്തകളിൽ മുഴുവൻ അവള് കാണാത്ത അവളുടെ അച്ഛനാ. ഇതൊക്കെ എവിടെ എങ്ങനെ പോയി അവസാനിക്കുന്നു എനിക്കറിയില്ല. പക്ഷെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചേ ഒക്കൂ. ഇതിപ്പോ സത്യം തെറ്റു പറയാൻ പറ്റുമോ? ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഒരു അച്ഛന്റെ സ്നേഹവും പരിലാളനയും കിട്ടണമെന്ന് അവരാഗ്രഹിക്കും. അതിനുവേണ്ടി ഭാഷയും പിടിക്കും. കിട്ടാതാവുമ്പോ അതിന് തടസ്സം നിൽക്കുന്നവര് അവര് വെറുക്കും. ഞാൻ എന്നെ തന്നെ എന്റെ മോളുടെ ശത്രുവാക്കും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക്. അവളുടെ അച്ഛൻ വിഷ്ണു ആണെന്നുള്ള സത്യം വിഷ്ണു അറിയട്ടെ. സത്യ വിഷ്ണുവിന്റെ മോളാണെന്നുള്ള കാര്യം എല്ലാ സത്യങ്ങളും എല്ലാരും അറിയട്ടെ. അപ്പൊ പപ്പിയോ? എവിടെ ഡെലിവറി, ഏത് ഹോസ്പിറ്റലില്, ഏത് ഡേറ്റിലാന്നൊക്കെ പറയേണ്ടി വരില്ലേ? ഈശ്വര, അപ്പൊ അവസാനം പപ്പിയുടെ കാര്യം പറയേണ്ടി വരും. സ്വന്തം മോളെ തന്റെ കൺമുന്നിൽ മറ്റൊരാളുടെ മകളായി കാണേണ്ടി വരുന്ന വിഷ്ണുവേട്ടന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തു മറുപടി അമ്മ കൊടുക്ക? ഏത് രീതിയിലും വിഷ്ണുവേട്ടൻ ഇതിനെതിരെ പ്രതികരിക്കാം. ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാം സഹിക്കാൻ എനിക്ക് ആകെപ്പാട് ഈ ഒരു ജന്മേ ഉള്ളൂ. എടി, ജീവിതം എന്ന് പറയുന്നത് ഭംഗിയുള്ളൊരു പളുങ്ക് പാത്രമാ. പുറത്തുനിന്ന് കാണുന്നവൻ കൗതുകത്തോടെ നോക്കി നിൽക്കും. പക്ഷെ ഒന്ന് കൈവിട്ട ആ പാത്രത്തിന്റെ അവസ്ഥ എന്താ? പൊട്ടി തകർന്നു പോവും. പിന്നെ അത് കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ വലിയ പാടാ. ഞാനിപ്പോ ചിന്തിക്കുന്നത് ആർക്കും ഒരു ദോഷവും ഇല്ലാതെ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്ന് തന്നെയാ. അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തിയേ പറ്റൂ. പപ്പി, പപ്പി. ആഹാ, ഇവിടെ വന്നിരിക്കുവാണോ? അമ്മ ഇവിടെല്ലാം നോക്കിന്നറിയോ? ഇതൊന്നും കുടിക്ക്. എനിക്ക് വേണ്ടമ്മേ. ആഹാ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. കുടിക്ക്. മോളൊന്നും കുടിക്കാതിരുന്ന അമ്മയ്ക്കാ സങ്കടം. സത്യയുടെ കാര്യം ഓർത്തിട്ടാ അമ്മേ. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവൾക്കൊരു സങ്കടം വരുമ്പോ ഞാനല്ലാതെ വേറെ ആരാ കൂടെ സങ്കടപ്പെടാനുള്ളത്? നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ മക്കളെ. ഒരമ്മയുടെ മക്കളാവുമ്പോ അങ്ങനെ സങ്കടം വരണം. ഒരാള് മറ്റൊരാളെ സഹായിക്കുകയും വേണം. സങ്കടം വന്നാ അത് ഷെയർ ചെയ്ത് പരിഹരിക്കുകയും വേണം. മോളെ, അവിടെ സത്യ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് ഇവിടെ മോൾക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷേ നിങ്ങളെ നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇറങ്ങോ? സത്യം സഹായിക്കാൻ എന്താ അമ്മ ഒരു മാർഗം? അതിപ്പോ
ഇവിടെ ഇരുന്നോണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ മോളെ? ആ, അവിടെ ആയിരുന്നെങ്കിൽ സത്യം നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു. ആ വിഷ്ണു അച്ഛന്റെ പപ്പിക്കുട്ടി ഇവിടെ ഇരിക്കണ്ടോ? എന്തുപറ്റി? അമ്മയും മോളും കൂടി വഴക്കിട്ടാ? ഇവിടെ ആകെ സങ്കടത്തിലാണല്ലോ. അത് പിന്നെ വിഷ്ണു അച്ഛ, ഇല്ല ഒന്നുമില്ല. അതെന്താണൊരു ഒന്നുമില്ലായ്മ? കാര്യം പറയട പപ്പുക്കുട്ട. ഓ അപ്പൊ എന്നോടും വഴക്ക? എന്നാ പിന്നെ പപ്പിമോളുടെ വഴക്ക് മാറാനൊരു സൂത്രം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ വിഷ്ണു അച്ഛൻ. ഹായ് ഫോൺ. അതെ, ഇത് ഗെയിം കളിക്കാനല്ല, ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫോൺ മേടിച്ചു വന്നിരിക്കണേ. സിം അടക്കം അതിലുണ്ട്, കേട്ടല്ലോ. പഠിച്ചില്ലെങ്കിലേ ആ ഫോൺ ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വാങ്ങിക്കും, കേട്ടല്ലോ. അത് ഞാൻ പഠിച്ചോളാം. എന്റെ ചക്കര വിഷ്ണു അച്ഛനാ. ഞാനിതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല വിശദമായിട്ടൊന്ന് പഠിക്കട്ടെ. ഓ ശരി ശരി വിഷ്ണു അച്ഛ. ആ, മോളെ പാല് കുടിച്ചിട്ട് പോ. വേണ്ടമ്മേ, ഞാൻ പിന്നെ കുടിച്ചോളാം. അവളുടെ സന്തോഷം കണ്ടില്ലേ? ഞാൻ ഫോൺ കൊണ്ടുവരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പോഴാ വിഷ്ണുവേട്ടാ. ഇതുവരെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. അല്ല, ഇത്രമാത്രം സങ്കടപ്പെടാപ്പ അവൾക്ക് എന്താ പറ്റി? സത്യക്ക് ഇവിടെ സുഖമില്ലാതിരിക്കുക. അച്ഛനെ കാണണമെന്നുള്ള വാശിയാ. പട്ടിണി കിടന്ന് വാശി കാണിച്ച് സത്യമോളാകെ തളർന്നു. അവളുടെ കുഞ്ഞു മനസ്സില് അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം എങ്ങനെയോ ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞതും സത്യയുടെ അസുഖം മാറണമെങ്കിൽ സത്യയുടെ അച്ഛൻ വരണമെന്നാ. ഇനി ഇതിങ്ങനെ ഒരു എത്തും പിടിയില്ലാതെ പോയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അറിയാതെ കുട്ടികളും വയ്യാതെയാവും. ഞാനിപ്പോ തന്നെ സത്യ കാണാൻ പോവാ. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ, അതല്ല വീട്ടിലാണെങ്കിൽ വീട്ടില്. സത്യമോളെ എന്നെ കൊണ്ട് കഴിയാവുന്ന അത്ര ആശ്വസിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ. വിഷ്ണുട്ടാ, സത്യയെ ആശ്വസിപ്പിക്കാനാണെങ്കിലും വിഷ്ണുവേട്ടൻ പറയട്ടെ സത്യയുടെ അച്ഛനാണെന്ന്. അങ്ങനെയെങ്കിലും ആ കുരുന്ന മനസ്സിന്റെ സങ്കടം ഒന്ന് മാറട്ടെ. വിഷ്ണു അച്ഛ, എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ വരാം മോളെ. മൊബൈൽ അതിന് പറ്റിയ ആപ്പൊക്കെ ഉണ്ട്. അതിപ്പോ ആരുടെ ഫോണിൽ നിന്ന് ആരെ വേണമെങ്കിലും ആരുടെ ശബ്ദത്തിൽ വേണമെങ്കിൽ വിളിക്കാം. ആരെ വേണമെങ്കിലും വിളിച്ച് പറ്റിക്കാം. ഇനിയിപ്പോ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ വിളിക്കണോ? അത് പറ്റും. എടി, നമ്മുടെ ശബ്ദം മമ്മൂട്ടി ചേട്ടന്റെ ശബ്ദമായിട്ടായിരിക്കും മറുവശത്തുള്ളവർക്ക് കേൾക്കുക. ആദ്യം ആ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.